ഹലോ, അപ്പം നമുക്കിന്ന് ഫിലാഡൽഫിയയുടെ മാജിക് ഗാർഡൻസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്താലോ. ഗാർഡൻസ് എന്ന് പറയുമ്പോൾ പച്ചപ്പൊന്നും ഇല്ല കേട്ടോ. ഇതുപോലെ ഒരു ആക്രിക്കടയിൽ കയറിയ പ്രതീതിയുള്ള ഒരു ആർട്ട് ഗാലറിയാണ് ഈ ഫിലാഡൽഫിയാസ് മാജിക് ഗാർഡൻ എന്ന് പറയുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരു കപ്പിൾസാണ്, ഇസയ്യ ആൻഡ് ജൂലിയ. ഇവർ രണ്ടുപേരുടെ ഒരുപാട് വർഷങ്ങളായിട്ട്, രണ്ടുപേരും ആർട്ടിസ്റ്റാണ്. അപ്പോൾ അവർ ഒരുപാട് വർഷം എടുത്ത് ഉണ്ടാക്കിയെടുത്ത് ഏകദേശം ഒരു 40 വർഷമെങ്കിലും എടുത്തിട്ടുണ്ട് ഇത് ഇതേപോലെ ആവാനായിട്ട്. അപ്പോൾ ഒരു സമയത്ത് ഈ പ്ലേസ് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് ഒരു ഭംഗിയുമില്ലാതെ കിടന്നിരുന്ന ഈ സ്ഥലത്ത് ഇസയ്യയും ജൂലിയയും വന്നിട്ട് അവരുടെ ആർട്ട് വർക്ക്സ് പതിയെ പതിയെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് ഈ നെയ്ബർഹുഡ് ഇത്ര ഭംഗിയുള്ള ഒരു ഏരിയ ആക്കി അവർ മാറ്റിയെടുത്തത്. ഇതിനൊക്കെ കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ ഇസയ്യയ്ക്ക് ചെറിയൊരു മെൻ്റൽ ഹെൽത്ത് ക്രൈസിസ് ഉണ്ടായി. അപ്പം ആ ക്രൈസിസ് ഉണ്ടായപ്പോൾ ആൾ മൊസൈക്ക് വർക്ക് കുറേശ്ശെ പഠിച്ചു. അങ്ങനെ പഠിച്ച വർക്ക് പതിയെ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ജൂലിയയും സപ്പോർട്ട് ചെയ്തു. അങ്ങനെ രണ്ടുപേരുടെ അമേരിക്കയിലും ഇന്ത്യയിലും ഒക്കെ ചുറ്റി സഞ്ചരിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് അതിൽ നിന്ന് ഇൻസ്പിറേഷൻസ് ഒക്കെ എടുത്ത് അവർ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ആർട്ട് ഗാലറി. അപ്പോൾ ഇന്ത്യയിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയിൽ എവിടാ വന്നതെന്ന് നമുക്ക് കൗതുകം തോന്നുമല്ലോ. ഇന്ത്യയിലും നമുക്കൊരു 18 ഏക്കറിൽ ഇതേപോലെ സ്ക്രാപ്പ് കൊണ്ട് മാത്രം സ്കൾപ്ചേഴ്സ് ഉള്ള ഒരു സ്ഥലമുണ്ട്. അതെവിടാന്നറിയാമോ? റോക്ക് ഗാർഡൻ, ചണ്ഡീഗറിലാണ്. അപ്പോൾ ജൂലിയ ഇന്ത്യയിൽ വന്ന സമയത്ത് ഈ ചണ്ഡീഗർ വിസിറ്റ് ചെയ്ത് അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇൻസ്പയർഡായി അതിനുശേഷം തിരിച്ചു വന്ന് ഈ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമ്മൾ കാണാനും അറിയാനും ഒക്കെ ആയിട്ടുണ്ട്. എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ഈ വാൾസൊക്കെ കാണാൻ. ഇതിലെല്ലാം ഉണ്ട് കേട്ടോ. ഗ്ലാസ് ഉണ്ട്, മിററുണ്ട്, സൈക്കിളിൻ്റെ ടയറുണ്ട്, ട്യൂബുണ്ട്, ടൈലുകളുണ്ട്, പൊട്ടിപ്പോയിട്ടുള്ള സെറാമിക് പാത്രങ്ങളുണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ടെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഇവർ ഇത് ഉണ്ടാക്കിയെടുത്തു. പക്ഷേ ആക്ച്വലി നമ്മുടെ ജൂലിയ ഇപ്പോഴും ഇതിനോട് ചേർന്ന് ഒരു ഐസ് ഗാലറി നടത്തുന്നുണ്ട്. പക്ഷേ ഇസയ്യയ്ക്ക് ഇപ്പോൾ വയ്യാതെയായി ഒക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഫിലാഡൽഫിയയുടെ മാജിക് ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രസ്റ്റ് ആക്കി മാറ്റിയിരിക്കുകയാണ്. സോ ദാറ്റ് ദീസ് ആർട്ട് വർക്ക്സ് വിൽ ബി പ്രിസർവ്ഡ് ഫോർ എവർ. എല്ലാ കാലത്തും അത് സൂക്ഷിച്ചിരിക്കും. അപ്പോൾ ഞാൻ ഈ കാണുന്നത് ഒരു വാഷ്റൂമിലേക്കുള്ള ഒരു ഡോറാണ് കേട്ടോ. അതുപോലും എന്ത് ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കൂ. ഇതിനകത്ത് ചില ഫിഗറിൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ചില ഷേപ്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. കണ്ണുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതെന്തായാലും വളരെ ഒരു അമേസിംഗ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. നമ്മുടെ മനസ്സിൻ്റെ വിവിധ ഡയമെൻഷൻസ് പോലെ തന്നെ പിടുത്തം കിട്ടാത്ത ഒരുപാട് സ്കൾപ്ചേഴ്സ് ഉള്ള ഒരു ആർട്ട് ഗാലറി. ഇനി ഇത് പുറത്തെ കാഴ്ചകളാണ്. വെളിയിലോട്ട് ഇറങ്ങി വന്നപ്പോൾ ഇതൊക്കെയാണ് കണ്ടത്. അപ്പോൾ പണ്ട് ആരോ പറഞ്ഞതുപോലെ വൺ മാൻസ് ട്രാഷ് ഇസ് അനദർ മാൻസ് ട്രഷർ. അപ്പം നമുക്ക് വേറൊരു വീഡിയോയുമായി നാളെ കാണാം.